ഞങ്ങളും കാണട്ട സ്വപ്നം, വർണ്ണച്ചിറകുള്ള സ്വപ്നം, ഇന്നീ കാണുന്ന മണ്ണുമലകൾ പൂക്കൾ വിടരുന്ന സ്വപ്നം. എന്ത് സ്വപ്നം കാണാനാ? ഇനിയും എല്ലാം തകർത്ത് കളഞ്ഞില്ലേ? ഇനിയും ഞങ്ങൾക്ക് എന്തൊരു ജീവിതമുണ്ട്. നല്ല ഉറക്കത്തിൽ ഞാൻ ഭയങ്കര സൗണ്ട് കേൾക്കാം. അപ്പോൾ ഞാൻ അയ്യോ എന്നും പറഞ്ഞ് ചാടി എണ്ണിക്കാറുണ്ട്. ചേട്ടാ ഓടിവായോ എന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി വല്ലതും മറിഞ്ഞായിരിക്കുമെന്നും പറഞ്ഞ് ഞാൻ പേടിച്ചു എണ്ണിച്ചിട്ടുണ്ട്. അപ്പോഴും പാറ പൊട്ടുന്ന സൗണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. നമുക്കൊന്ന് മല കയറിയാലോ? ഒരല്പം പാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്വാറികളുള്ള കളഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ അവശേഷിക്കുന്ന ഏക മലയാണിത്. രാക്ഷസൻ പാറ. പണ്ട് പാണ്ഡവന്മാര് വനവാസത്തിന് പോയ സമയത്ത് അവർ അതിരിങ്കലെ പടപ്പാറയിൽ വന്ന് വിശ്രമിക്കുന്ന സമയം, അന്ന് ഈ ഭൂവിഭാഗത്ത് മനുഷ്യവാസമില്ല. ഇവിടെ രാക്ഷസപ്പടകളാണ് ഇവിടെ അധിവസിച്ചുകൊണ്ടിരുന്നത്. മനുഷ്യന്റെ മണം അറിഞ്ഞ ഈ രാക്ഷസപ്പടകൾ പാണ്ഡവന്മാരെ നിഗ്രഹിക്കാനായിട്ട് തുനിയുകയും പാഞ്ചാലിയെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് രാക്ഷസ നേതാവ് പറയുകയും ചെയ്തു. രാക്ഷസന്മാർ പാണ്ഡവന്മാരെ അതിനിങ്ങനെ പടപ്പാറയിൽ നിന്ന് ഓടിക്കുകയാണ്. പടപ്പാറ എന്നുള്ള പേര് പട തുടങ്ങിയ പാറ, അതാണ് പടപ്പാറ. പാഞ്ചാലി സഹിതം അവരോടി രാക്ഷസൻ പാറയിൽ അഭയം തേടുന്നു. പിന്നാലെ വന്ന് അവരൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പ്രയാസം വന്നു. അങ്ങനെ രാക്ഷസൻ പാറയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാക്ഷസ രാജാവ് ഇവിടെ എത്തിച്ചേരുന്നു. പിന്നാലെ പടയും. കൂടൽ ദേവി അത് മനസ്സിലാക്കിയിട്ട് മഹാദേവനോട് പറയുന്നു, രക്ഷിക്കണം, പാണ്ഡവന്മാരെ രക്ഷിക്കണമെന്ന്. അത് കേട്ട മാത്രയിൽ മഹാദേവൻ വില്ലുമമ്പുമായിട്ട് ഈ കൂടൽ ദേവീക്ഷേത്രത്തിന് പിന്നിലേക്ക് വരുന്നു. ആ ദേവീക്ഷേത്രത്തിന് പിന്നിൽ അദ്ദേഹം തന്നെ വില്ലൂന്നി അമ്പ് ചെയ്ത് രാക്ഷസ രാജാവിനെ വീഴ്ത്തുകയാണ്. അതും രാക്ഷസൻ പാറയിലാണ്. ആ വില്ലൂന്നിയ തറയ്ക്കാണ് ഇന്നും അതിന് വില്ലൂന്നിത്തറ എന്ന പേര് കിട്ടിയത്. അവസാനം മഹാദേവൻ പറയുകയാണ് ഭീമനോട്, ഈ രാക്ഷസന്റെ മുകളിൽ ഒരു കല്ലുരുട്ടി വെക്കണമെന്ന്. രാക്ഷസൻ ഈ കല്ലുരുട്ടി മാറ്റി രക്ഷപ്പെട്ടിട്ട് വീണ്ടും പാണ്ഡവന്മാരെ ആക്രമിക്കണം എന്നൊരു തോന്നൽ വന്നു. ഉടൻ തന്നെ മഹാദേവൻ തൻ്റെ ശക്തി കൊണ്ട് ഇതിനെ ഒരു വലിയ പാറയാക്കി മാറ്റുന്നു. ഈ പാറയിൽ അടിയിൽ ഇന്നും രാക്ഷസൻ ജീവനോടെ ഉണ്ട് എന്നാണ് ഐതിഹ്യം പറയുന്നത്. രാക്ഷസൻ പാറയ്ക്ക് ചുറ്റും ഇടതൂർന്ന മരങ്ങളാണ്. ക്ഷീണിച്ചു അല്ലേ? ഇപ്പോൾ നമ്മൾ രാക്ഷസപാറയുടെ പകുതി വഴി എത്തി. ഇവിടുന്ന് വഴി രണ്ടായി തിരിയുന്നു. ഒന്ന് തട്ടുപാറയിലേക്കും ഒന്ന് രാക്ഷസപാറയിലേക്കും.
ദാ നോക്കിക്കേ, ഈ അതിമനോഹരമായ ദൃശ്യം കാണാൻ ഈ നാട്ടിലെ ഉന്നതർക്ക് കണ്ണില്ല. അവിടെയാണ് കുറവമ്പുറത്തിപ്പാറ. കുറെ കാലം കഴിയുമ്പോൾ ഈ മലയും ഇനി നമുക്ക് രാക്ഷസൻപാറയുടെ നെറുകയിലേക്ക് പോകാം. ഈ പ്രദേശത്ത് ആദ്യമായി പാറഖനനം തുടങ്ങിയപ്പോൾ അതിന് തടയിടാൻ വന്നത് ഗുരു നിത്യചൈതന്യയതിയാണ്. ഈ പാറഖനനത്തിന്റെ മധ്യേ അദ്ദേഹം കുറുകെ കിടന്നു എന്നാണ് പറയുന്നത്. അന്ന് യതി പഠിപ്പിച്ച ഒരു മുദ്രാവാക്യമുണ്ട്: അരുതേ അരുതേ ചെയ്യരുതേ, ചെയ്യരുതാത്തത് ചെയ്യരുത്. ഇന്നും മലമുഴക്കികളും ജനജാഗ്രതാ സമിതിയും എല്ലാ സംഘടനകളും ഏറ്റുപാടുന്ന ഒരു ഉജ്ജ്വല മുദ്രാവാക്യമാണത്. അരുതേ അരുതേ ചെയ്യരുതേ, ചെയ്യരുതാത്തത് ചെയ്യരുതേ. രാക്ഷസന്റെ കിടപ്പ് കണ്ടോ? വലിയൊരു പാറയാണ് ഈ പുറത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. താഴെ അവശേഷിക്കുന്നത് മൂക്ക് മാത്രമാണ്. ലോകത്ത് ഇതാദ്യമായാണ് പാറയിൽ ഒരു മൂക്ക്. പക്ഷേ ഗിന്നസ് ബുക്കിന് പകരം ഈ അത്ഭുതത്തിന് നൽകാൻ പോകുന്നതോ വെടിമരുന്നാണ്. ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ എന്ന വണ്ണം രാക്ഷസന്റെ ചതുരംഗ പലകകളും കാൽപാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാം തകർത്തു കയ്യേറി. നോക്കൂ, അവരുടെ കൈകൾ ഇനി നീളുന്നത് ഈ മലയിലേക്കാണ്. ഈ മല തകരുന്നതോടുകൂടി ഒരുപാട് കഥകളും ചരിത്രങ്ങളും മണ്ണടിഞ്ഞു പോവുകയാണ്. ഇത് കന്യാകുഴി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് ഒരു സമയത്തും പറ്റുന്നതല്ല. ഇതെപ്പോഴും വെള്ളം, ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും കുളിക്കാനുള്ള വെള്ളവും കിട്ടും. ഇത് മലയുടെ ഉള്ളിൽ നിന്ന് ഒരു അത്ഭുത നീരുറവയായിട്ട് വരുന്നതാണ്. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഇതുവരെ ആരും കണ്ടു കെട്ടിയിട്ടില്ല. കന്യാകുമാരി രാത്രി വന്ന് കുളിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇതിന് കന്യാകുഴി എന്ന് പേരിട്ടിരിക്കുകയാണ്. ഇപ്പോഴും രാത്രി കാലങ്ങളിൽ ഇവർ ഇങ്ങനെ വന്ന് കുളിക്കുന്നതായ ശബ്ദങ്ങൾ പലപ്പോഴും അടുത്തുള്ള ജനങ്ങളൊക്കെ കേൾക്കാറുമുണ്ട്, ഭയപ്പെടുന്നുമുണ്ട്. ഇവിടെ ഒരു പാറമട പുതുതായി വന്നു കഴിഞ്ഞാൽ അതിൽ ഈ കുടിവെള്ളം ഞങ്ങൾക്ക് നഷ്ടമായി പോകും. ഇത് ഞങ്ങളുടെ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഇത് ഞങ്ങളുടെ ജീവൻ്റെ ആധാരമാണ്. ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇവിടെ ജീവിക്കാനൊക്കാത്ത ഒരു അവസ്ഥ വരും. യാതൊരു കാരണവശാലും ഈ പാറ പൊട്ടിക്കാൻ അനുവദിക്കരുത്. ഞങ്ങൾ ഈ പാറയുടെ അടിവാരത്ത് താമസിക്കുന്നവരാണ്.
ഞങ്ങൾ ഈ സമരത്തിൽ എല്ലാവരും പങ്കുചേർന്നവരാണ്. പാറ പൊട്ടിക്കാൻ യാതൊരു കാരണവശാലും സമ്മതിക്കരുതെന്നുള്ള ഒറ്റ ഒരു ഇതേ ഉള്ളൂ. ഇനി ഒറ്റ രക്ഷയുള്ളൂ സാറേ, ഈ കലിഞ്ഞൂർ മേഖല പോലീസ് സോണാക്കി കൊടുത്തുകൊണ്ട് ഇവിടുന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോവുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളും കാണട്ടെ സ്വപ്നം, വർണ്ണച്ചിറകുള്ള സ്വപ്നം. ഇന്നീ കാണുന്ന മണ്ണ് മലകളും പൂക്കൾ വിടരുന്ന സ്വപ്നം. ഇന്നീ കാണുന്ന മണ്ണ് മലകളും പൂക്കൾ വിടരുന്ന സ്വപ്നം. പറയൂ പ്രിയപ്പെട്ടവരെ, ഇത്രയും ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പ്രാധാന്യവും പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതുമായ രാക്ഷസൻ പാറയെപ്പോലുള്ള മലനിരകളെ തുരന്നു തിന്നുന്നവരല്ലേ യഥാർത്ഥ രാക്ഷസർ. ചുവന്ന കണ്ണുകളും വലിയ ദ്രംഷ്ടകളും കൂർത്ത നഖങ്ങളുമായി അവതരിക്കുന്ന ചിലർ. ഈ നാടിന്റെ ചൂടും തണുപ്പും ശുദ്ധവായുവും കുടിവെള്ളവും നിലനിർത്തുന്ന രാക്ഷസൻ പാറയെപ്പോലുള്ള മലനിരകളെ മുച്ചൂടും മുടിക്കുന്ന കിരാതന്മാരാണ് ഈ നാടിന്റെ യഥാർത്ഥ ശാപം. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഈ രാക്ഷസൻ പാറയും തട്ടുപാറയും കുറവൻകുറത്തിപ്പാറയും കള്ളിപ്പാറയും അടങ്ങുന്ന ഈ ഇഞ്ചപ്പാറ മലനിരകൾ പൊട്ടിക്കുവാനുള്ള ശ്രമങ്ങളും അതിനെ അതിജീവിക്കുവാനുള്ള ശ്രമങ്ങളും തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. ജാതിയോ വർണ്ണമോ വർഗമോ കൊടിയുടെയോ നിറം നോക്കാതെ ഒരു കൂട്ടം പച്ചയായ മനുഷ്യരുടെ പതിറ്റാണ്ടുകളുടെ പോരാട്ടത്തിന്റെ പരിണിത ഫലമാണ്. ഈ പോരാട്ട വീതിയിൽ മുന്നിൽ നിൽക്കുന്ന അവസാന മനുഷ്യന്റെ ശ്വാസവും അണഞ്ഞു തീരുന്നിടം വരെ ഇതിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് അവർ ഊർജം പകരും. പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഇതിൽ കൂടുതൽ എന്തു പറയാനാണ്? സ്വന്തം കീശയേക്കാൾ പ്രപഞ്ചത്തിന് മനോഹരമായി പരിസ്ഥിതിക്ക് സ്ഥാനമുണ്ടെന്ന് തലയിൽ വെളിച്ചമുദിക്കുന്നതിനുള്ള പ്രാർത്ഥനയുമായി നമുക്കിവിടെ നിർത്താം. പക്ഷേ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല. സ്വപ്നങ്ങളെല്ലാം ഒന്നായി മാറുക സോദരരെ. കാറ്റിനെ കാണണം നമ്മൾ, കുടിനീരിനെ തീണ്ടല്ലേ നമ്മൾ. നാളെയും ഈ മല കണ്ടു രസിക്കുവാൻ താളം ചവിട്ടണം നമ്മൾ. നാളെയും ഈ മല കണ്ടു രസിക്കുവാൻ താളം ചവിട്ടണം നമ്മൾ. ഞങ്ങളും കാണട്ടെ സ്വപ്നം, വർണ്ണച്ചിറകുള്ള സ്വപ്നം.